നമുക്കൊപ്പം ചേർന്നു ശ്രീ അനിൽ ബോസ്. നമുക്കറിയാം ഈ മസാല ബോണ്ട് ഇറക്കിയതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണം ഉണ്ടായിരുന്നു. എന്റെ അറിവ് ശരിയാണെങ്കിൽ ആർട്ടിക്കിൾ 231 ലംഘനം നടന്നുവെന്നായിരുന്നു അന്ന് ആരോപണം ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ മുഖ്യമന്ത്രിക്ക് അടക്കം നോട്ടീസ് വന്നിരിക്കുന്നു. എങ്ങനെയാണ് താങ്കളുടെ ആദ്യ പ്രതികരണം? മാർക്സിസ്റ്റ് പാർട്ടി അതിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുകയാണ്, തകർച്ചയുടെ ഉന്നതിയിൽ നിൽക്കുകയാണ്. അവരുടെ പ്രത്യയശാസ്ത്ര സമീപനത്തിൽ നിന്ന് മാറി കച്ചവടവും ലാഭതാല്പര്യവും മുൻനിർത്തി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ, ഒരു സ്വകാര്യ മുതലാളിയുടെ ഒരു സംവിധാനമായി കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുന്നത് എന്ന് പല സന്ദർഭങ്ങളിലും വിമർശനമായി ഉയരുന്നതിന്റെ ശരിവെക്കുന്ന സാക്ഷ്യപത്രമാണ് ഇ ഡി നോട്ടീസിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ വിദേശ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വിനിമയ ചട്ടം മറികടന്നുകൊണ്ട് ഈ ഇടപെടലുകൾക്ക് പോകുമ്പോൾ തന്നെ വ്യക്തി എന്നുള്ള നിലയിലും പാർട്ടി എന്നുള്ള നിലയിലും വലിയ പ്രതികാരമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോ എനിക്കൊരു അത്ഭുതവും തോന്നുന്നില്ല. കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തെയും മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തെയും തൂക്കിവിക്കുന്ന സമീപനമാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ സ്വന്തം മകന്റെ തന്നെ കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ ചരിത്രത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഔദ്യോഗിക വസതിയിലേക്ക് നോട്ടീസ് വന്ന ചരിത്രമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപാടുകളും ഇതൊരു തുടക്കം മാത്രമാണ്, ഒരു മലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിപക്ഷം ഇതും വിഷയമാക്കുമോ ശ്രീ അനിൽ ബോസ്? രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമല്ലോ. ഈ ഒരു വിഷയമൊന്നും മാത്രമല്ലല്ലോ. ഇതിന്റെ അകത്ത് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ മുമ്പാണ് മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇ ഡി നോട്ടീസ് വന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത് ഔദ്യോഗികമായി അത് പൊതുജനം അറിയാനുള്ള ഇട അവർ കൊടുത്തോ? അല്ലെങ്കിൽ കേരളത്തിലെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം ഇത് അറിയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണല്ലോ, ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ, അവർ പുറത്തു പറഞ്ഞോ? മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഈ നോട്ടീസ് കിട്ടിയ മുഖ്യമന്ത്രി ക്ലാരിറ്റിയും വ്യക്തതയും ഉണ്ട്, പൊതുസമൂഹത്തോട് നന്മയും സത്യവും പറയുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ നോട്ടീസ് അയച്ചു, ഇത് ശരിയല്ല അല്ലെങ്കിൽ ശരിയാണ്, അനുകൂലമോ പ്രതികൂലമായ പ്രതികരണം നടത്തിയോ? ഇല്ല. ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്ന് CPM അടക്കം, CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അടക്കം കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്കെതിരെ നിലപാടെടുക്കുമ്പോൾ, വോട്ട് ചോരി അടക്കമുള്ള പോരാട്ടങ്ങൾ നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പൊളിറ്റ് ബ്യൂറോ മെമ്പറുമായ പിണറായി വിജയൻ പ്രതികരിച്ച് കണ്ടോ? BJPക്കെതിരെ രാജ്യവ്യാപകമായ പോരാട്ടം നടക്കുമ്പോൾ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർ മുഴുവൻ ആ സമരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് വിദേശത്ത് പോയ ആളാണ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്തുകൊണ്ടാവും? അപ്പോ അദ്ദേഹത്തിനറിയാം അദ്ദേഹം ചെയ്തിട്ടുള്ള കൊള്ളകളെ പിടിക്കാൻ കഴിയുന്ന ഒരു അധികാര സംവിധാനം കേന്ദ്രത്തിൽ ഇരിക്കുന്നു. അവരുമായിട്ട് ധാരണയിൽ പോണം, അവരുമായിട്ട് ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ആ പോളിസിയാണ് ഇന്നിപ്പോ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ പറയുന്ന നോട്ടീസ് ഒക്കെ ഒരു പ്രഹസനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ എന്തായാലും നോട്ടീസിന് സ്വാഭാവികമായും മറുപടി നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ മറുപടി നൽകുകയാണെങ്കിൽ ആ മറുപടി അവിടെ അങ്ങനെ കിടക്കുമെന്നാണോ? സമീപകാല ഇഡിയുടെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അല്ല, മറുപടി എന്നുള്ളതല്ല. ഇതിപ്പോ ഈ ഇടയ്ക്ക് നമ്മൾ പറയത്തില്ലേ, ഗവർണർ മുഖ്യമന്ത്രി തർക്കം കണ്ടിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതിന്റെ എക്സ്ട്രീം പോയിന്റിലേക്ക് പോയാലും കൺക്ലൂഷനിലെത്താൻ ഗവൺമെന്റിനോ ഗവർണർക്കോ കഴിയുന്നുണ്ട്. ഇവരെപ്പോഴാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രതിസന്ധിയിലാകുമ്പോൾ ഗവൺമെന്റിനെതിരായ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരും. ഇവരുടെ ആത്യന്തിക ശത്രു കോൺഗ്രസും ജനാധിപത്യ പാർട്ടികളുമാണ്, ജനാധിപത്യ മുന്നണിയാണ്. അപ്പം കേരളത്തിലെ ഗവൺമെന്റ് പ്രതിസന്ധിയിലാകുമ്പോൾ ഒന്നുകിൽ ഗവർണർ ഇറങ്ങും. BJP CPM ഒത്തുതീർപ്പാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ജനങ്ങൾക്ക് വെളിവാകുമ്പോൾ അല്ലെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു നമ്പർ മാത്രമാണ്, എന്ന് പറഞ്ഞാൽ ഒരു അഭ്യാസ പ്രകടനം മാത്രമാണ് ഈ ഡി നോട്ടീസ് എന്നാണ് ഞാൻ കാണുന്നത്. ഈ നോട്ടീസ് വരുന്നതോടുകൂടി അവര് രണ്ടാണ് എന്ന് വരാനുള്ള ഒരു പ്രചരണം ഉയർന്നു വരും. അത് ഉയർന്നു വരിക പുറമേ മാത്രമാണ്. അകത്ത് മോഡിയും പിണറായി വിജയനും അനിയൻ ബാവയും ചേട്ടൻ ബാവയുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. CPMഉം BJPയും ഒന്നാണ് എന്നതാണ് യാഥാർത്ഥ്യം. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പക്ഷേ ഇത് ഏറ്റവും ഗൗരവപൂർവ്വം കേരളം ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു പൊതുവിഷയമാണ്. പ്രത്യയശാസ്ത്ര വ്യതിയാനം മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യയില്ലായ്മ മാത്രമല്ല. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് SFIയുടെ റിപ്പോർട്ട്, മകനെതിരെയുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് EDയുടെ നോട്ടീസ്, ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന നോട്ടീസ്, അത് ശരിയായ പാതയിൽ മുന്നോട്ട് പോയാൽ നല്ലതാണ്. ആര് ചെയ്താലും അത് പുറത്തു വരണം. പക്ഷെ ഇത് രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായ
ഒരു സമീപനം മാത്രമാണ് ഈ പുകമറ ഈ നോട്ടീസ് എന്നാണ് ഞാൻ കാണുന്നത്. ഇത് BJP CPM ഒത്തുതീർപ്പില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം മാത്രമാണ്. അതിനപ്പുറം ഒരു പ്രാധാന്യവും ഞാനിതിന് കാണുന്നില്ല. ശരി, വളരെ നന്ദി ശ്രീ അനിൽ ബോസ് പ്രതികരിച്ചതിന്. ഞാൻ വീണ്ടും BV അരുണിലേക്ക് തന്നെ പോവുകയാണ്. അരുൺ, ഇപ്പോൾ ശ്രീ അനിൽ ബോസ് പ്രതികരിച്ചത് താങ്കൾ കേട്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇനി അങ്ങോട്ട് ഈ വിഷയമടക്കം തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രചരണ ആയുധമാക്കി പ്രതിപക്ഷം ഉയർത്തുമെന്ന് തോന്നുന്നുണ്ടോ? അതേ സമയത്ത് തന്നെ CPM BJP ബാന്ധവത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയുണ്ടായി. തീർച്ചയായിട്ടും പ്രതിപക്ഷ വിഷയം തെരഞ്ഞെടുപ്പിൽ ഉയർത്തുമെന്ന് ഉറപ്പാണ്. ശബരിമലയ്ക്ക് പിന്നാലെ വലിയൊരു വിഷയം കൂടി പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാകും അവർ ഉന്നയിക്കുക. ഒന്ന്, മുഖ്യമന്ത്രിയുടെയും അന്നത്തെ മന്ത്രിസഭയുടെയും ഒക്കെ വഴിവിട്ട നീക്കങ്ങൾക്കുള്ള മറുപടിയാണ് EDയുടെ ഇപ്പോഴത്തെ നോട്ടീസ് എന്ന് പ്രതിപക്ഷം ആരോപിക്കും. മറ്റൊന്ന്, EDയുടെ ഭാഗത്ത് അവർ പ്രതീക്ഷിക്കുന്ന പോലെ നടപടി ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും അത് CPM BJP ബന്ധത്തിന്റെ കൂട്ടുകെട്ടിന്റെ തെളിവായും കോൺഗ്രസ് ഉയർത്തിക്കാട്ടും. 2016 മന്ത്രിസഭയുടെ കാലത്ത് 2021 തെരഞ്ഞെടുപ്പിലൊക്കെ വിഷയം ഉയർന്നു വന്നപ്പോൾ ആ രീതി തന്നെയാണ് കോൺഗ്രസ് കണ്ടത്. അല്പസമയം കെ മുരളീധരന്റെ പ്രധാന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പ്രതികരണമെന്നും സമാനമാണ്. ED നോട്ടീസ് നൽകും, അവർ പിന്നെ മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി തുടരുന്നതാണ്. അതിലൊരു അത്ഭുതമില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. സ്വാഭാവികമായും കേന്ദ്ര ഏജൻസികളുടെ നടപടിയെ ആ രീതിയിൽ തന്നെ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടും. സർക്കാർ ഇതിനെ മറ്റൊരു സർക്കാർ മറ്റൊരു വഴിയിലൂടെയാണ് ഇതിനെ കാണുന്നത്. അവർ എപ്പോഴും ആരോപിക്കുന്നത് കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രാജ്യവ്യാപകമായി അത് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ അടക്കം നിലപാടെടുക്കുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായി പ്രതിപക്ഷ പാർട്ടികൾ പ്രതിരോധിക്കും. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ കോൺഗ്രസിന് മറ്റൊരു നിലപാടാണ്. ആ ഒരു വാദമാണ് CPM കേന്ദ്രങ്ങൾ, സർക്കാർ കേന്ദ്രങ്ങൾ ഉന്നയിക്കുക. ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സജീവ ചർച്ചയാകാൻ ഒരു വിഷയം കൂടി വരികയാണ്. അത് മുഖ്യമന്ത്രിക്കുള്ള ഈ നോട്ടീസാണ്. അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാകില്ല. ഇതൊരു വലിയ പ്രോസസ്സാകാം. മുഖ്യമന്ത്രി നോട്ടീസ് നൽകും, മുഖ്യമന്ത്രി നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേനയോ ഹാജരാകാനാണ് നിർദ്ദേശം. സ്വാഭാവികമായും മുഖ്യമന്ത്രി നേരിട്ട് ഹാജരാകാനിടയില്ല. അദ്ദേഹം അഭിഭാഷകൻ മുഖേന മറുപടി നൽകും. തോമസ് ഐസക്കും സമാനമായി പലതവണ കോടതി ഹാജരാകാൻ പറഞ്ഞപ്പോൾ തോമസ് ഐസക് നിയമപരമായി തന്നെ അതിനെ നേരിടുകയായിരുന്നു. അത്തരം രീതി തന്നെ അവർ ഇനിയും തുടരും. അതുകൊണ്ട് തന്നെ ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു വിഷയമാകില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ വിഷയം വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. ഈ വലിയൊരു പ്രൊസീജിയർ ഇതിനുണ്ടാകും. മറുപടി വിശദീകരണം ചോദിക്കുകയും അതിന് മറുപടി നൽകുകയും അത് അവർ സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം. വീണ്ടും കോടതിയിൽ വലിയൊരു നിയമ പോരാട്ടത്തിന് കൂടി വഴി തുറക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ EDയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതിനൊപ്പം തന്നെ സജീവ രാഷ്ട്രീയ വിഷയമായും ഇത് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ ചർച്ചയായി മാറാൻ പോവുകയാണ്. ആജ്ഞ കൂടി തുടരുന്നു. ആജ്ഞ, ഈ നോട്ടീസിന് മേൽ നൽകുന്ന മറുപടി എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അത് എപ്പോഴത്തേക്ക് ഉണ്ടാകുമായിരിക്കും? അത്തരത്തിലൊരു മറുപടി ഉണ്ടാവുകയാണെങ്കിൽ അതിനുശേഷം എന്ത് നടപടിയിലേക്കായിരിക്കും ED കടക്കാൻ പോകുന്നത്? നമുക്കറിയാം സമീപകാല EDയുടെ നടപടിയൊക്കെ നമുക്ക് മുൻപിലുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലമൊക്കെയുള്ള സാഹചര്യത്തിൽ കേരളം അറിയാൻ ആഗ്രഹിക്കുന്നത് എന്ത് നടപടി ഉണ്ടാകും എന്നതാണ്. ആജ്ഞ, ശബ്ദ സന്ദേശത്തിൽ ചെറിയൊരു തകരാറുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രിക്ക് അടക്കം ഇപ്പോൾ ED നോട്ടീസ് വന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അടക്കം ഇപ്പോൾ EDയുടെ നോട്ടീസ് ഉണ്ടായിരിക്കുന്നുള്ളേറെ പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരുമായി ഈ സമയത്ത് പങ്കുവയ്ക്കാനുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേഷൻ